ഹോം ഡ്രീം അപ്ലയൻസസ് ഇനി EMI സ്വന്തമാക്കാം. സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഇൻട്രസ്റ്റ്. റോയൽ ബസാറിൽ ഇനി EMI കൂടുതൽ ഈസി, ഷോപ്പിംഗ് കൂടുതൽ ഹാപ്പി. ഈസി EMI, പേ ലേറ്റർ, എൻജോയ് ടുഡേ. തിരുവല്ലോമല 17-ാം വാർഡ് വൈദ്യർപടി ബസ് സ്റ്റോപ്പിന് സമീപം പാതാളത്തിലേക്കുള്ള വഴിയെന്ന രൂപേണ രൂപപ്പെട്ടിരിക്കുന്ന അഗാധഗർത്തം നാട്ടുകാർക്ക് അപകട ഭീഷണിയാകുന്നു. മാവേലി മന്നന് തിരുവല്ലോമലയിലേക്ക് എത്താൻ സൗകര്യമൊരുക്കിയ അധികൃതർ വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങളെ അപകടക്കുഴിയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് എന്നാണ് ആരോപണം. തിരുവല്ലോമല 17-ാം വാർഡിലെ വൈദ്യർപടി ബസ് സ്റ്റോപ്പിന് സമീപം രൂപപ്പെട്ടിരിക്കുന്ന വൻകുഴി യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. പാതാളത്തിലേക്കുള്ള വഴിയെന്നോണം രൂപപ്പെട്ട അഗാധഗർത്തം അധികൃതരുടെ അനാസ്ഥയുടെ നേർക്കാഴ്ചയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഓണം അടുത്തിരിക്കെ കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലേക്ക് വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും വാങ്ങാനായി ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന തിരുവല്ലോമല കുത്താമ്പുള്ളി റോഡിലാണ് അപകടകരമായ സാഹചര്യം. റോഡ് പൊതുവെ സഞ്ചാരയോഗ്യമായതിനാൽ അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങളുടെ ശ്രദ്ധയിൽ വൈദ്യർപടിയിലെ കുഴി പലപ്പോഴും പെടുന്നില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് കുഴിയും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇരുചക്ര വാഹന യാത്രികർ ഉൾപ്പെടെയുള്ളവർ കുഴിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. വാർത്തയുടെ ചിത്രീകരണത്തിനിടയിലും നിരവധി യാത്രക്കാർ കുഴിയിൽപ്പെട്ടെങ്കിലും ഭാഗ്യവശാൽ വലിയ അപകടങ്ങൾ ഒഴിവായ കാഴ്ചകൾ കാണാനായി. ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നത് CCV ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പൈപ്പ് ലൈൻ തകർന്നതിനെ തുടർന്ന് റോഡരികിൽ നിരന്തരം വെള്ളക്കെട്ടാണ്. ചെളിയും പായലും നിറഞ്ഞതോടെ വഴിയാത്രക്കാർ തെന്നി വീഴുന്ന അവസ്ഥയും തുടരുന്നു. റോഡരികിലെ വീടുകളിലേക്കും വെള്ളം കയറി കുടുംബങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. അപകടകരമായ കുഴിക്ക് സമീപം റോഡിലേക്ക് വീഴാറായ നിലയിലുള്ള വീടും ആശങ്ക ഉയർത്തുന്നു. ഈ പൈപ്പ് പൊട്ടിയിട്ട് ഒരു 5-6 മാസമായി. റോഡില് വഴുക്കലും വെള്ളവും ചളിതെറിക്കലും കൂട്ടിക്കാരും കുട്ടികളും സ്കൂട്ടിയിൽ പോകുന്ന കുട്ടികളും ഒക്കെ വഴിക്ക് വീഴുന്നുണ്ട്. ഈ വെള്ളം തെറിച്ചിട്ട് ആ വീട് വീണു. അത് പോകുമ്പോൾ കുട്ടികളൊക്കെ അവരുടെ മേത്ത് വീണ എന്താ ചെയ്യാൻ പറ്റുക? ആ വീട് അവരുടെ മേത്ത് വീണ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിറയെ പേര് വീഴുകയാണ്, മൂക്കും കുത്തി വീഴുക, കുട്ടികൾ വീഴുക, സ്കൂട്ടിയിൽ പെൺകുട്ടികൾ പോണവർ വീഴുക. ഈ കുഴി ആർക്കും കാണാനില്ല. കുറെ 4-5 മാസമായി ഇങ്ങനെ പൊട്ടിയിട്ട്. വണ്ടികളൊക്കെ നേരെ ഒന്ന് വീഴുന്നുണ്ട്. 2 വീലറുകളൊക്കെ പോകുമ്പോൾ തട്ടും. വലിയ വലിയ വണ്ടികളൊക്കെ ഒരു ചാടും. എനിക്കിവിടെ ഞാൻ 1-2 ദിവസം ഞാൻ വഴിക്ക് പോലെ പോകും. റോഡൊക്കെ നല്ല വഴുക്കലാണ്. റോഡരികിലെ കാട് പിടിച്ച പ്രദേശങ്ങളിൽ ഇഴജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതായും നാട്ടുകാർ പറയുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്ക് ചെളിയും വെള്ളക്കെട്ടും കടന്നാണ് യാത്ര ചെയ്യേണ്ടത്. പൈപ്പ് പൊട്ടിയ വെള്ളം മൂലം റോഡ് വഴുക്കിയതോടെ ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിന് കാരണമാകുന്ന സ്ഥിതിയാണ്. ജനക്ഷേമം ലക്ഷ്യമാക്കി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ജനപ്രതിനിധികൾക്ക് ഈ ദുരവസ്ഥ കാണാനാകുന്നില്ലേ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അധികൃതരും ജനപ്രതിനിധികളും ഇനിയും കണ്ണടച്ചിരുന്നാൽ വലിയൊരു ദുരന്തം സംഭവിക്കാനുള്ള സാധ്യത അരികിലാണെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നു. വൈദ്യർപടിയിലെ അഗാധഗർത്തവും കുടിവെള്ള പൈപ്പ് ലൈൻ തകരാറും അടിയന്തരമായി പരിഹരിക്കണമെന്നും അപകട സാധ്യത ഒഴിവാക്കാൻ ആവശ്യമായ സുരക്ഷാ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു മാവേലിയെ വരവേൽക്കാൻ കേരളം റെഡിയായില്ലെന്നറിയില്ല. എന്നാൽ തിരുവല്ലോമലയിലെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന കൈത്തറി ഗ്രാമമായ കുത്താമ്പള്ളി ഓണക്കോടി കൊടുത്തുകൊണ്ട് വർഷാവർഷം മാവേലിയെ ഓണത്തെ സ്വീകരിക്കാൻ കൊല്ലം റെഡിയാവാറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം മാവേലിക്ക് വരുവാനുള്ളൊരു വഴി കൂടെ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓണം നമ്മുടെ പടിവാതിൽക്കൽ എത്തുന്നതിന് മുന്നേ തന്നെ ഈ വഴിയാണ് മാവേലി വരിക എന്നാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത്. കാരണം അറിയപ്പെടുന്ന കൈത്തറി ഗ്രാമമായ കുത്താമ്പള്ളിയിൽ 17-ലും 18-നും ഇടയിൽ നിൽക്കുന്ന ഒരു വാർഡിൻ്റെ ഇടയിൽ ഒരു പ്രധാന പാതയാണ് ഈ പാത. അവിടെയാണ് മാസങ്ങളായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. വെള്ളം പാഴാകുന്നതിലുപരി വഴിയാത്രക്കാർക്ക് നടക്കാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് നടക്കാൻ കഴിയുന്നില്ല. വിവിധ പൊതുപ്രവർത്തകർ, പഞ്ചായത്ത് അധികാരികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഹബ്ബ് പ്രവർത്തിക്കുന്ന മേഖലയാണ് കുത്താമ്പള്ളി. അവിടേക്ക് പോകുന്ന വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നിരവധിയാർന്ന പേര് ഇത് കണ്ടുപോകുകയല്ലാതെ വേറൊന്നും ഇതിനെതിരെ നടപടി കൈക്കൊള്ളുന്നില്ല. നിരവധി വാർത്തകളിൽ തന്നെ ഇതിനോടകം വന്നു കഴിഞ്ഞു. നിരവധി പരാതികളും ഇതിനോടകം പോയി കഴിഞ്ഞു. പ്രദേശവാസികൾ തങ്ങളുടെ ദുരവസ്ഥ വിവരിക്കുകയാണ് അലംഭാവം കാണിക്കുന്ന ജനപ്രതിനിധികൾക്കെതിരെ.
വരണവരൊക്കെ അതിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആരും ഒന്നും ചെയ്യണില്ല. ഇതുവരെ പഞ്ചായത്തിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയിട്ട് ആരും ഈ കുഴി മൂടാനോ ഈ വെള്ളം നിർത്താനോ ഒന്നും ചെയ്യണില്ല. ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പമ്പും ചെയ്യും പോലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവുമില്ല പകലുമില്ല, എപ്പം നോക്കിയാലും. ഒരു 5-6 മാസമായി ഇത് ഈ വെള്ളം പോകാൻ തുടങ്ങിയിട്ട്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം, ഈ കുഴി അടയ്ക്കാനോ ഈ വെള്ളം പോണത് ഇല്ലാതാക്കാനോ. ഓരോരുത്തരും കുടിവെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ മോട്ടർ വെച്ച് അടിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാകൂ. CCV ന്യൂസ് തിരുവല്ലോമല. വിശാലമായ കാർ പാർക്കിങ്ങോടുകൂടി ലേഡീസിനും കിഡ്സിനും ജെന്റ്സിനും ഒരുപോലെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ പുതിയൊരു ഷോപ്പ് നമ്മുടെ ചേലക്കരയിൽ ഓപ്പൺ ആയത് നിങ്ങൾ അറിഞ്ഞോ? അതാണ് VK സിൽക്സ്. ലൊക്കേഷൻ വരുന്നത് നിയർ ഗണപതി കോവിൽ INTUS റോഡ് അഥവാ SMT സ്കൂൾ മെയിൻ റോഡിലുള്ള ഓപ്പോസിറ്റ് വഴി.